ഇതാണ് പരണ്ടാക്കായ. വീഡിയോ കാണുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇതാണ് പരണ്ടാക്കായ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പരണ്ടാക്കായനെ തീയിലിട്ടിട്ടുണ്ട്. അപ്പം തീയിലിടന്ന് പരണ്ടാക്കായ ഇങ്ങനെ വെന്തുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഇത് തീയിലിടാവുള്ളൂ. അല്ലേ അമ്മ? പിന്നെ എന്താ പറക്കിയിടെയാണ്. നല്ല വെടി പടക്കം പൊട്ടുന്ന പോലത്തെ സൗണ്ടായിരിക്കും കേട്ടോ തീ കിടന്ന് പൊട്ടുന്നത്. അപ്പം പുറകിലോട്ട് മാറിയിരിക്കുക. ആ ഒരു പരണ്ടാക്കായ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. അല്ലേ അമ്മ? കേട്ടോ, ചിലപ്പോൾ കേൾക്കാം. കൊമ്പോ മുട്ട സൗണ്ട്. പൊട്ടിച്ചതിന് ശേഷം അത് കണ്ട ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ പരിപ്പ് മാമിയാണ് ഇരുന്ന് റെഡിയാക്കുന്നുണ്ട്. ആ പരിപ്പിനെ എടുത്തിട്ട് നേരെ ഇപ്പുറത്തൊരു പാത്രത്തിലോട്ട് അതിൻ്റെ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അമ്മ അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഇത് കഴിക്കാൻ എടുക്കുന്നത്? നമ്മളിതിനെ ഇനി ധാരാകാലത്തിൽ വെള്ളം വീട്ടി അടുത്ത് തിളപ്പിച്ചതിന് ശേഷം ഇതിനെ അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഊറ്റിയുണ്ടല്ലോ ഇതിന്. പിന്നെ അരിഞ്ഞെടുത്തിട്ട് 6 വെള്ളം ഊറ്റി കളയണം. 7 വെള്ളം തിളപ്പിച്ച് കളയണം. അല്ല നമുക്കിത് എടുത്ത് കഴിക്കാൻ പറ്റൂല. ഇത് ചുട്ടെടുത്ത ഉടനെ നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല. ഇത്